ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹൈദരാബാദി സ്പെഷ്യലായിട്ടുള്ള കല്യാണി ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഈ കല്യാണി ബിരിയാണി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബിരിയാണി മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 മീഡിയം സൈസ് ഒണിയൻ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്നുകൂടെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ലതുപോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ചേർക്കുന്നതിന് മുന്നായിട്ട് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കിലോ ചിക്കനാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു 10 മിനിറ്റോളം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ നമ്മൾ ഈ മസാലയിൽ എത്രത്തോളം നമ്മൾ ഈ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണിയിലുള്ള ഈ ചിക്കൻ കഴിക്കാനായിട്ട്. ചിക്കനെല്ലാം നല്ലതുപോലെ വഴന്ന് നല്ലതുപോലെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം അതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് മാത്രം ഇതുപോലെ പിളർന്ന പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇവിടെ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ടൈം. അപ്പോൾ നല്ലതുപോലെ വേവേണ്ട ആവശ്യമില്ല. നമ്മൾ റൈസ് കൂടെ ചേർത്ത് ദം ചെയ്തെടുക്കണം. ഒരു 90% ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം.
ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ സമയം കുതിർത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾക്ക് റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ലിറ്റർ വെള്ളം നമ്മളിവിടെ ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഷാജീരം, ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാതെ കുക്കായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. നമുക്ക് സ്റ്റൗ ടോപ്പിലും നോർമലി റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി റൈസാണിത്. ഇത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അരി നല്ലതുപോലെ വെന്ത് പോവരുത്. ഒരു 90% വെന്ത് കഴിയുമ്പം നമ്മൾ ആ റൈസ് വാർത്തെടുക്കണം. വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കാം. ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ല അത്യാവശ്യം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 മീഡിയം സൈസ് ഓണിയൻ ഫ്രൈഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫ്രൈഡ് ഓണിയൻ നമ്മൾ ഈ മസാലയുടെ മുകളിലേക്ക് ഒരല്പം ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ടും തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റൈസിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾ മിക്സ് ചെയ്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾ മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് സാഫ്രോൺ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾ പൗഡർ. അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ ഈ റൈസിന് കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഈ ബിരിയാണി പാൻ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ദമ്മായി കിട്ടും. ഒട്ടും ആവിയൊന്നും പുറത്തൊന്നും പോവില്ല. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ബിരിയാണിയുടെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ. ഒട്ടും ആവി പുറത്തു പോവില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് ഇതിൻ്റെ അടപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്ത ഒരു തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് കൂടെ നമ്മളിത് ദം ചെയ്തെടുക്കണം കേട്ടോ. നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, അത്രയും ഒരു കൊതിപ്പിക്കുന്ന ഒരു മണം എന്നൊക്കെ പറയാം. അത്രയും നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒട്ടും ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കവർ ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം ഇതിന് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് നല്ല ആ മഞ്ഞൾ പാലിൻ്റെ ഒക്കെ കളറ് നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കല്യാണി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ കല്യാണി ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത്
ഓൾ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.